ഔട്ടിങ്ങിന് പോയ സമയത്താണ് കേട്ടോ ഈ പാർസൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. സാധനം എന്താണെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് 550 റുപ്പീസിന് വാങ്ങിയിട്ടുള്ള ട്രൈപോഡും വിത്ത് റിംഗ് ലൈറ്റും ആണ് കേട്ടോ. ജസ്റ്റ് 550 റുപ്പീസ് ആയപ്പോൾ ഞാൻ ഇത്രയും വലുതാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ. ഞാൻ ഇതിന്റെ മുന്നേ 200 സംതിങ്ങിന് ഒരു ട്രൈപോഡ് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കനല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡ് അതിന്റെ കൂടെ മറിഞ്ഞു വീഴുമായിരുന്നു. പിന്നെ ഇതാ റിംഗ് ലൈറ്റിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ വന്ന സാമഗ്രികളൊക്കെ കണ്ട് എനിക്ക് ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇതൊക്കെ എവിടെ വെക്കാനുള്ള എന്താണെന്നൊന്നും ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ കൂടെ. പക്ഷെ ആമസോണിൽ അത് പിക്ചർ നോക്കിയിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്റെ മോന്ത് ഇതിൽ പന്തം കണ്ട പെരിച്ച അതിന്റെ മാതിരി ഉണ്ടാവും. അത് കാര്യമാക്കാൻ നിൽക്കണ്ട. റിംഗ് ലൈറ്റിന്റെ ലൈറ്റ് എല്ലാം കൂടെ കണ്ടിട്ടുള്ള പൊലിവാണ്. അപ്പൊ റിംഗ് ലൈറ്റിന്റെ സെറ്റിംഗ്സ് അതിൽ നമുക്ക് 3 കളറാണ് വരുന്നത്. അതേമാതിരി അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ